പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങൾക്കും ഡോക്ടറാകാം, നിങ്ങളുടെ ഡോക്ടർ. ലോകാരോഗ്യ സംഘടന നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു. അടുത്ത പാൻഡമിക് വരുന്നു. കുറേ നുണയ്ക്ക് ശേഷം കുറേ കൂടുതൽ ഭീകരമായ പാൻഡമിക്. അതേസമയം CDC, സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ, അമേരിക്കയിൽ ആരോഗ്യത്തെക്കുറിച്ച് അവസാന വാക്കുകൾ പറയുന്ന സർക്കാരിൻ്റെ ഏജൻസി പറയുന്നു, നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും മാരകമായ പൊതുജനാരോഗ്യ അപകടം ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ്. എന്താണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്? ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചാൽ ഫലിക്കുന്നില്ല. ആൻറ്റിബയോട്ടിക്കുകളെ മറികടക്കാൻ, നേരിടാനുള്ള കരുത്തിലേക്ക് രോഗാണുക്കൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഇതിൽ പകുതി ശരിയും പകുതി തെറ്റുമാണ്, അല്ലെങ്കിൽ മൊത്തത്തിൽ തെറ്റാണ്. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് കാരണമുള്ള അപകടമാണ് ഇന്നത്തെ ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നമെന്നുള്ളതും ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതും ശരി തന്നെയാണ്. പക്ഷേ അത് ആൻറ്റിബയോട്ടിക്കുകൾ ഫലിക്കാതെയാകുന്നു എന്നുള്ളതല്ല, അണുക്കൾ അതിനെതിരെ കരുത്താർജിച്ചു എന്ന് പറയുന്നതും സംശയാസ്പദമാണ്. പിന്നെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങളത് വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. എങ്ങനെയാണ് അലോപ്പതിയുടെ രോഗകാരണങ്ങൾ മാറി മാറി വന്നത്? എന്തെല്ലാം മാറ്റങ്ങളിലൂടെയാണത് കടന്നു വന്നത്? അലോപ്പതിയുടെ കിരാതമായ ചരിത്രം തുടങ്ങി ഇക്കാലഘട്ടത്തെ ചരിത്രം കൂടെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കത് തിരിച്ചറിയാനാകുക. പണ്ട് അലോപ്പതിയുടെ രോഗസിദ്ധാന്തം അത് ദൈവശാപമാണ് എന്നുള്ളതായിരുന്നു. പാപത്തിൻ്റെ ശിക്ഷയായി ദൈവം വയ്ക്കുന്നതാണ് രോഗങ്ങളെന്നാണ് അലോപ്പതിക്കാരൻ പറഞ്ഞിരുന്നത്. 13-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ അക്കാലത്തെ പള്ളിയുമായി ചേർന്ന് മറ്റു ചികിത്സകൾ ചെയ്തിരുന്നവരെയെല്ലാം ദുർമന്ത്രവാദികളായി ചിത്രീകരിച്ച് ജീവനോടെ തീയിൽ വലിച്ചെറിയുകയായിരുന്നു അലോപ്പതി. അങ്ങനെയാണ് ലോകത്തെ സ്വാഭാവികമായ ചികിത്സകൾക്ക് മുകളിൽ അലോപ്പതിയുടെ വിഷപ്രയോഗങ്ങളും കത്തിപ്രയോഗങ്ങളും ആധിപത്യം നേടിയെടുത്തത്. രോഗങ്ങളുടെ കാരണം രക്തത്തിലെ വിഷസാന്നിധ്യമാണെന്ന് തീരുമാനിച്ച് രോഗികളുടെ ശരീരത്തിൽ നിന്ന് രക്തമൂറ്റിക്കളയുക എന്നുള്ളതായിരുന്നു അലോപ്പതി അപ്പോത്തിക്കിരിമാരുടെ ആദ്യകാല കലാപരിപാടികൾ. അങ്ങനെ നിരവധി രോഗികളെ അവർ കാലപുരിക്കയച്ചു. ഇങ്ങനെ അലോപ്പതി ഡോക്ടർമാർ കാലപുരിക്കയച്ചിട്ടുള്ളത് ചാൾസ് രണ്ടാമൻ രാജാവിൽ നിന്ന് തുടങ്ങി, ഫ്രാൻസിലെ രാജ്ഞിയിൽ നിന്ന് തുടങ്ങി, അമേരിക്കയുടെ ആദ്യകാല പ്രസിഡന്റായിരുന്ന ജോർജ് വാഷിംഗ്ടനെ അടക്കമാണ്. 1799 ഡിസംബർ 13-ാം തീയതി അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായിരുന്ന ജോർജ് വാഷിംഗ്ടണിന് ഒരു തൊണ്ടവേദന പിടിച്ചു. അതിന് രക്തമൂറ്റണമെന്ന് അലോപ്പതിക്കാർ വിധിച്ചു. 16 മണിക്കൂറിനുള്ളിൽ 5 തുടങ്ങി 7 പൈന്റ് രക്തം അദ്ദേഹത്തിൽ നിന്ന് അവർ ഊറ്റിയെടുത്തു. പിറ്റേന്ന് ഡിസംബർ 14-ാം തീയതി അദ്ദേഹം മരിച്ചു. അമിതമായി രക്തം ഊറ്റിയെടുത്തത് കൊണ്ടാണ് അദ്ദേഹം മരിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഇതുപോലെ എത്രയോ പേരെ അവർ കാലപുരിക്കയച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ മുറിയിൽ സദാ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന നെരിപ്പോട്ടിൽ ഒരു ഇരുമ്പ് കമ്പി പഴുത്തിരിപ്പുണ്ടാകും. ശസ്ത്രക്രിയ ചെയ്ത മുറിവുകൾ ഉണക്കിയിരുന്നത് ആ പഴുത്ത കമ്പി വെച്ചിട്ടാണ്. രോഗിയുടെ കൈയും കാലും ഒക്കെ കെട്ടിയിട്ടിട്ടാണ് ശസ്ത്രക്രിയ. സർജന്റെ മേലങ്കിയിൽ എത്രത്തോളം ചലവും ചോരയുമുണ്ടോ അത്രത്തോളം ആ സർജൻ
മഹാസർജനായി വാഴ്ത്തപ്പെട്ടിരുന്നു. ബാർബർമാരും ഡോക്ടർമാരും കൂടിയാണ് സർജറി ചെയ്തിരുന്നത്. ഡോക്ടർ ബാർബർ ഗിൽഡ് അക്കാലത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ലൂയി പാസ്റ്റർ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ രോഗാണു സിദ്ധാന്തവുമായി വന്നത്. ലൂയി പാസ്റ്ററുടെ സമയത്ത് തന്നെ ജീവിച്ചിരുന്ന യഥാർത്ഥ റിസർച്ചറായിരുന്ന, യഥാർത്ഥ സയന്റിസ്റ്റായിരുന്ന, തൻ്റെ ലാബിൽ നിന്നും പുറത്തുപോയി PR വർക്ക് ചെയ്യാതെ ഗവേഷണത്തിൽ തന്നെ മുഴുകിയിരുന്ന ആന്റണി ബിഷാംപ് എന്ന ശാസ്ത്രജ്ഞൻ ലൂയി പാസ്റ്റർ പറയുന്നത് തെറ്റാണ്. അണുക്കളല്ല രോഗമുണ്ടാക്കുന്നത്, അത് സെക്കൻഡറിയാണ്. പ്രൈമറി ആയിട്ടുള്ളത് ദുഷിച്ച ശരീരമാണ്, അഴുക്കാണ്. അഴുക്കിലാണ് അണുക്കൾ പെരുകുന്നത്. അഴുക്കാണ് രോഗകാരണം. രോഗാണുക്കൾ എന്ന് പറയുന്നവ ഈ അഴുക്കിൽപ്പെട്ട് രൂപമാറ്റം വരുന്നവയാണ്. അണുക്കൾ ബഹുരൂപികളാണ്. മനുഷ്യന് ഒരു രൂപം മാത്രമേ ഉള്ളൂ. ഓന്ത് പല രൂപിയാകും, പല നിറത്തിലാകും. ഏത് പ്രതലത്തിലാണോ ഓന്തിരിക്കുന്നത് ആ പ്രതലത്തിൻ്റെ നിറത്തിലേക്ക് വരാൻ അതിന് കഴിവുണ്ട്. അതുപോലെ അണുക്കൾ ഏത് സാഹചര്യത്തിലാണോ പെടുന്നത് അതിനനുസരിച്ച് രൂപം മാറുന്നു. അതിനനുസരിച്ച് അവയെ പേരുമാറ്റി വിളിക്കുന്നതിൽ, പല രോഗാണുക്കളുടെ പേരിൽ ആരോപിക്കുന്നതിൽ യാതൊരു കഴമ്പുമില്ല എന്ന് ആന്റണി ബിഷാംപ് പറഞ്ഞു. രോഗാണുക്കൾ എന്ന് വിളിക്കപ്പെടുന്നവയെ ശുദ്ധ സാഹചര്യത്തിലേക്ക് എടുത്തിട്ടാൽ അവ നിരുപദ്രവികളായ രൂപത്തിലേക്ക് മാറുന്നതും അദ്ദേഹം തെളിയിച്ചു. പക്ഷേ ആ സത്യമൊന്നും ആർക്കും ആവശ്യമുണ്ടായിരുന്നില്ല. രോഗാണുക്കളാണ് രോഗമുണ്ടാക്കുന്നത്, അവയെ കൊന്നാൽ മതി. അത് ഭയങ്കരമായി പ്രകീർത്തിക്കപ്പെട്ടു. ആവേശത്തോടെ കച്ചവട വൈദ്യക്കാർ അതിനെ കൊണ്ടുപോയി ഇന്നത്തെ രീതിയിലേക്ക് എത്തിച്ചു. 1928 സർ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആദ്യത്തെ ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചു. പെൻസിലിൻ, വണ്ടർഫുൾ ഡ്രഗ് എന്ന് പറഞ്ഞു. ക്യൂ നിർത്തി ആളുകളെ കുത്താൻ തുടങ്ങി. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് പരിക്കേറ്റ പട്ടാളക്കാർക്കെല്ലാം പെൻസിലിൻ ഇഞ്ചക്ഷൻ നൽകി. എല്ലാവരെയും രക്ഷിച്ചു എന്നാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ 1940 പെൻസിലിൻ അമേരിക്കയിലെ ആഘോഷമായിരുന്നു, ആവേശമായിരുന്നു. ഇൻഫെക്ഷനെതിരായിട്ടുള്ള, അണുബാധകൾക്കെതിരായിട്ടുള്ള ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് അമേരിക്കയിൽ പെൻസിലിനായിരുന്നു. പക്ഷേ വെറും 22 കൊല്ലം മാത്രമേ പെൻസിലിൻ്റെ പ്രാഭവം നിലനിന്നുള്ളൂ. അതിനോടകം തന്നെ പെൻസിലിൻ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നതായി, ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നതായി തെളിയുകയും പെൻസിലിനെ തള്ളിമാറ്റുകയും ചെയ്തു. വളരെ അപൂർവമായി ഉപയോഗിക്കുന്ന നിലയിലേക്ക് അതിനെ മാറ്റിവെച്ചു. പെൻസിലിൻ റെസിസ്റ്റൻസ് ഒരു വലിയ ക്ലിനിക്കൽ പ്രോബ്ലമായി, ചികിത്സാ തലവേദനയായി മാറുകയായിരുന്നു 1950-കളിൽ. അതോടെ കൂലി ശാസ്ത്രജ്ഞന്മാർ, മരുന്ന് കമ്പനികളുടെ കൂലി ശാസ്ത്രജ്ഞന്മാർ പെൻസിലിന്റെ അപകടങ്ങളില്ലാത്ത പുതിയ ആന്റിബയോട്ടിക്കുകൾ ഉണ്ടാക്കി. 22 കൊല്ലം കൊണ്ട് പെൻസിലിൻ ആന്റിബയോട്ടിക്കിന്റെ പണി കഴിഞ്ഞു. അപകടകാരിയാണെന്ന് ബോധ്യപ്പെട്ടു. ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ കൊടുക്കുന്നുണ്ടാകും. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. 1950-കളിൽ പുതിയ ആന്റിബയോട്ടിക്കുകൾ കണ്ടുപിടിച്ച് ഓരോരോ ആന്റിബയോട്ടിക്കുകൾക്കും വലിയ പദവിയെല്ലാം നൽകി ആളുകളിലേക്ക് കുത്തി വെറും 12 കൊല്ലം കൊണ്ട് ആദ്യത്തെ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് കേസ് ബ്രിട്ടനിലുണ്ടായി. ആയുസ് 12 കൊല്ലം കിട്ടിയുള്ളൂ. 1968 ആയപ്പോൾ അമേരിക്കയിലും ആന്റിബയോട്ടിക്കുകളുടെ അപകടങ്ങൾ തിരിച്ചറിഞ്ഞു. മെത്തിസിലിൻ റെസിസ്റ്റന്റ്, ആ പ്രയാസങ്ങൾക്ക് സ്റ്റെഫിലോകോക്കസ് ഓറിയസ് എന്ന ബാക്ടീരിയയുടെ പേരും പറഞ്ഞിരുന്നു. ഒക്കെ ബാക്ടീരിയകളുടെ തകലയിലാണല്ലോ. ഈ കാലത്തെല്ലാം രോഗാണു സിദ്ധാന്തം, ബാക്ടീരിയകൾ രോഗമുണ്ടാക്കുന്നു,
ആ ബാക്ടീരിയയെ കൊല്ലാൻ ആന്റിബയോട്ടിക്കുകളെന്നുള്ള അന്ധവിശ്വാസത്തിലും അപകടകരമായ പ്രവർത്തനത്തിലുമായിരുന്നു അലോപ്പതി. 1968 മുതൽ ആന്റിബയോട്ടിക്കുകൾ ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവമാണ് ഉണ്ടാക്കുന്നതെന്ന്, തടയുന്ന രോഗത്തെക്കാൾ കൂടുതൽ കുഴപ്പങ്ങൾ രോഗിയുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നു. അമീബിയാസിസ് എന്ന് പറഞ്ഞ രോഗം, ക്രോൺസ് ഡിസീസ്, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രം, ഡിപ്രഷൻ, നിരവധിയായ മാനസിക തകരാറുകൾ, ഇൻസോംനിയ, ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ, ദഹന തകരാറുകൾ, മൊത്തം ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്ന എയ്ഡ്സ് എന്നൊരവസ്ഥ പോലും ഈ ആന്റിബയോട്ടിക്കുകൾ നമ്മുടെ ശരീരത്തിലെ ബാക്ടീരിയകളെ കൊല്ലുന്നത് കൊണ്ടുണ്ടായി എന്ന് ലോകം തിരിച്ചറിഞ്ഞു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അയ്യോ ഇങ്ങനെയൊന്നും ഞങ്ങളോട് ആരും പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ കരുതിയിരുന്നത് രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് ജലദോഷം, അതിനൊരു കോഴ്സ് ആന്റിബയോട്ടിക്, പല്ല് പറിക്കുന്നതിന് മുമ്പ് ഒരു കോഴ്സ് ആന്റിബയോട്ടിക്, അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നതിന് മുമ്പ്, വയറിളക്കം വന്നാൽ, ഛർദി വന്നാൽ, ഷിഗല്ല ബാക്ടീരിയ, സാൽമോണല്ല, ഓരോരോ ബാക്ടീരിയകളുടെ പേര് പറഞ്ഞ് ഞങ്ങളുടെ ഡോക്ടർമാർ ആന്റിബയോട്ടിക്കുകൾ വിഴുങ്ങിക്കുകയാണല്ലോ ചെയ്തത് എന്ന് നിങ്ങൾ ചോദിക്കും. നിങ്ങളെ എന്തിനാണ് ഇതൊക്കെ അറിയിക്കുന്നത്? നിങ്ങളെ എന്തിനറിയിച്ച് വരുമാനം കുറയ്ക്കണം? ഞങ്ങൾ തരുന്ന മരുന്നുകൾ കൊണ്ട് നിങ്ങളുടെ ആരോഗ്യം നശിഞ്ഞാൽ ഞങ്ങൾക്കാണ് ലാഭം, ഞങ്ങൾക്കൊരു നഷ്ടവും. ആരും ചോദിക്കാൻ വരില്ല. സംരക്ഷണം മുഴുവൻ ഞങ്ങൾക്കാണ്, ആശുപത്രിക്കാർക്കാണ്. പൊതുജനങ്ങൾക്ക് ഞങ്ങളുടെ കത്തി, ഞങ്ങളുടെ വിഷമരുന്നുകൾ, അവയുണ്ടാക്കുന്ന കൂടിയ രോഗം, ദുരിത മരണം, സംരക്ഷണം മുഴുവൻ ആശുപത്രികൾക്കാണ്. മിണ്ടിപ്പോകരുത്. മിണ്ടിയാൽ, ഞങ്ങളുടെ എതിരെ ഒന്ന് ഒച്ച ഉയർത്തി സംസാരിച്ചാൽ, ഞങ്ങളെ ചോദ്യം ചെയ്താൽ ഞങ്ങൾ 7 വർഷത്തേക്ക് ജാമ്യമില്ലാതെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കും. ഇപ്പോൾ കഴിഞ്ഞ 10-15 കൊല്ലമായി ലോകാരോഗ്യ സംഘടന ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് വ്യാപകമായ പ്രചരണം നടത്തുന്നു. വളരെ അത്യാവശ്യമുള്ളതിൽ മാത്രം ഉപയോഗിക്കുക. ഈ ഒരവസ്ഥയിൽ നിന്നാണ് രോഗാണു സിദ്ധാന്തം ബാക്ടീരിയയുടെ തലയിൽ നിന്ന് മാറ്റി വൈറസിലേക്ക്. മരുന്ന് കമ്പനിക്ക് പിടിച്ചു നിൽക്കണ്ടേ? ശാസ്ത്രം പുതിയ സിദ്ധാന്തങ്ങൾ എഴുതിയുണ്ടാക്കുന്നു. വയറ്റിപ്പഴപ്പിന് മരുന്ന് കമ്പനികളുടെ കൊള്ളലാഭം നിലനിർത്താൻ ശാസ്ത്രജ്ഞന്മാർ കള്ള സാഹിത്യമുണ്ടാക്കി. ഇപ്പോഴിതാ രോഗകാരണം, ദൈവശാപം, ദുഷിച്ച രക്തം, ബാക്ടീരിയ, അതുമൊക്കെ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ വൈറസിൻ്റെ മുതുകത്തേക്ക് വന്നു. ഞാൻ മുമ്പേ പറഞ്ഞു, കുറേ നുണ മാത്രമല്ല, ഇനി വരാൻ പോകുന്ന എല്ലാ രോഗങ്ങളും വൈറസുകളുടെ തലയിലാണ് പ്രതിഷ്ഠിക്കുക. അതുതന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദാ വരാൻ പോകുന്നു പാൻഡമിക്, അടുത്തത്. അതിനെന്ത് പേരിടണമെന്നുള്ള ചർച്ചയൊക്കെ നടക്കുകയാണ്. സുന്ദരമായൊരു പേര് കിട്ടണം. എന്താണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്? ആന്റിബയോട്ടിക്കുകൾ ഫലിക്കുന്നില്ല, ഇൻഫെക്ഷൻ തടയാൻ പറ്റുന്നില്ല, രോഗങ്ങളെ ഒന്നും ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ആഗോളമായ ആരോഗ്യത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ്, ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ആണ് എന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. അമേരിക്കയുടെ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ, സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പറയുന്നു, ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ്. പിന്നെ എന്തിനാണ് ഇവർ കുറേ നുണയെന്ന് പറഞ്ഞ് നമ്മളെ കളിപ്പിച്ചത്? ആ കുറേ നുണ ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിരുന്നോ?
മലിനീകരണത്തിൻ്റെ ഫലമായിരുന്നോ? ഹൈ റേഡിയേഷൻ്റെ ഫലമായിരുന്നോ? ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫലമായിരുന്നോ? കീടനാശിനികളുടെ, വിഷമരുന്നുകളുടെ, അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ? അതൊക്കെ വൈറസ് ഇങ്ങനെ കൊണ്ടുവന്ന് വിതരണം ചെയ്തു പോകുന്നതാണ്. ലോകാരോഗ്യ സംഘടന പറയുന്നു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് വ്യാപകമാകുന്നു, ഗുരുതരമായ ആരോഗ്യ പ്രയാസമായി, ചികിത്സകൾ ഫലിക്കാത്ത രീതിയിലാകുന്നു. ന്യൂമോണിയ വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. ട്യൂബർക്ലോസിസ്, ക്ഷയം, ഗൊണേറിയ, സാൽമണല്ലോസിസ് ഇവയൊന്നും തന്നെ ഫലിക്കില്ല, മരുന്നുകൾ ഫലിക്കില്ല. സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകളിൽ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കണ്ടേ? അതിന് ഉപയോഗിക്കാൻ പറ്റില്ല, ഉപയോഗിച്ചിട്ട് കാര്യമില്ലാത്തൊരവസ്ഥ വരും. അവയവങ്ങൾ മാറ്റുമ്പോഴും ആന്റിബയോട്ടിക്കുകളാണ് ആദ്യം വേണ്ടത്, അതും പറ്റാതെ വരും. ക്യാൻസർ തെറാപ്പിയും പ്രമേഹം, ആസ്തമ, റൂമാറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ ചികിത്സകളിലും അലോപ്പതിക്കാർ നിസ്സഹായരാകുന്നു എന്നാണ് പറയുന്നത്. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്, ഇത് കേട്ടാത്തൊന്നും ഈ രോഗമൊക്കെ ഏതെങ്കിലും കാലത്ത് ഇവർ മാറ്റിയിട്ടുണ്ടെന്ന്. ചുമ്മാ രോഗിയെ കണ്ണുകെട്ടി കുഴി കൊണ്ടുപോയി ഇടിയിക്കുന്നതല്ലാതെ ഈ രോഗങ്ങൾ മാറാൻ ഒരു മരുന്നും ലോകത്തൊരിടത്തും അലോപ്പതിയിലില്ല. നേരെ ചൊവ്വേ ശുദ്ധമായ ആഹാരപാനീയങ്ങളും നേരെയുള്ള ജീവിതവുമല്ലാതെ ഈ രോഗങ്ങൾ പ്രകൃതിയിൽ അങ്ങനെ മാറാറുണ്ട്, അതല്ലാതെ മറ്റൊരിടത്തും മാറി കണ്ടിട്ടുമില്ല. രോഗകാരണത്തെ ചികിത്സിക്കാതെ രോഗത്തിനെതിരെ ഗുസ്തി പിടിക്കുന്ന അലോപ്പതിക്കാരൻ എന്ന് നന്നാവാനാണ്? ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു ഗുരുതരമായ പ്രയാസം, രോഗികൾക്ക് ആന്റിബയോട്ടിക് കൊടുത്തു കഴിയുമ്പോൾ അത് ഫലിക്കാതെ വരും. അപ്പോൾ സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് ഇറക്കും, അതും ഫലിക്കാതെ വരുമ്പോൾ തേർഡ് ലൈൻ ട്രീറ്റ്മെന്റ് നടത്തും. അങ്ങനെ കൂടിയ മരുന്നുകളുടെ ഉപയോഗം വരുമ്പോൾ രോഗിക്ക് അവയവനാശങ്ങൾ ഉണ്ടാകും. കൂടുതൽ മരുന്നുകൾ ചെന്ന് രോഗിയുടെ പാൻക്രിയാസ് നശിക്കും, കരളും കിഡ്നിയും കേടാകും. നമ്മുടെ നാട്ടിൽ ആന്റിബയോട്ടിക്കുകളും സ്റ്റിറോയിഡ്സും ഒക്കെ കഴിച്ച് പ്രമേഹം പിടിക്കുന്നവരും, കരളിന് കേട്, ഫാറ്റി ലിവറും, ക്രിയാറ്റിൻ കൂടി എന്നൊക്കെ പറഞ്ഞ ആളുകൾ വരുന്നുണ്ട്. എത്ര പേരാണ് ഒരു ദിവസം വരുന്നത്? കാരണം എന്താണെന്ന് വരികൾക്കിടയിലൂടെ വായിക്കുക. അതെല്ലാം തന്നെ ആശുപത്രികൾക്ക് ചാകരയാകുകയാണ്. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആവട്ടെ, ഡോക്ടർമാരുടെ നെഗ്ലിജൻസ് ആവട്ടെ, ആശുപത്രികൾക്ക് നൽകുന്നത് രോഗികളുടെ ദീർഘകാല ആശുപത്രിവാസം, കൂടുതൽ മരുന്നുകളുടെ പ്രയോഗം, കൂടുതൽ സർജറികളുടെ പ്രയോഗം, അവയവ മാറ്റത്തിനുള്ള സൗഭാഗ്യമാണ് ആശുപത്രികൾക്ക് കിട്ടുന്നത്. തെറ്റായ ചികിത്സകളാണ് കൂടുതൽ കൂടുതൽ വലിയ ലാഭങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. 2023 ഫെബ്രുവരി 27 ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു വാർത്ത വന്നു. ഹൈദരാബാദിലെ ഡോക്ടർമാർ ആവശ്യപ്പെടുന്നു ആന്റിബയോട്ടിക് മരുന്നുകളുടെ OTC വിൽപ്പന, ഓവർ ദി കൗണ്ടർ വിൽപ്പന കർശനമായി നിരോധിക്കണം. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് പരിഹരിക്കാൻ അതുമാത്രമേ വഴിയുള്ളൂ. വളരെ വളരെ ജാഗ്രതയോടെ മാത്രമേ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാവൂ എന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്തയിൽ പറയുന്നു. അമേരിക്കൻ സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷന്റെ CDC പറയുന്നു 2019 50 ലക്ഷത്തിലധികം ആളുകളാണ് ലോകത്ത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കൊണ്ട് മരിച്ചിട്ടുള്ളതെന്ന്. 2019 50 ലക്ഷത്തിലധികം ആളുകൾ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കൊണ്ട് മരിച്ചിരിക്കുന്നു. 2019 നമ്മുടെ കൊറോണ ചേട്ടൻ, സർപ്പച്ചേട്ടനും ഞാനും കൂടെ തട്ടിയതാണ് കിടക്കണ കിടപ്പ് കണ്ടില്ലേ എന്ന് തവള പറഞ്ഞതുപോലെ കൊറോണ ആളെ കൊന്നെന്ന്. കൊറോണയുടെ ഒരു അഹങ്കാരമേ. ഇപ്പോഴാണ് CDC എന്ന് പതുക്കെ ഒരു ന്യൂസ് വരുന്നത്. 2019 50 ലക്ഷത്തിലധികം ആളുകളാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിൽ മരിച്ചിട്ടുള്ളത്. ഇനിയും മനസ്സിലാവാത്തവർക്ക് മനസ്സിലാവില്ല, അവർക്ക് മനസ്സിലാവുകയേ ഇല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും. വൈറസും അണുക്കളും അല്ല നമുക്ക് രോഗമുണ്ടാക്കുന്നത്.
ഇവരുടെ മരുന്നുകളും വാക്പാപങ്ങളുമാണ് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നത്. അലോപ്പതി മരുന്നുകൾ വിഷങ്ങളാണ്, അവരുടെ വാക്പാപങ്ങളും വിഷങ്ങളാണ്. ശുദ്ധമായ ഭക്ഷണത്തിലൂടെ, ശുദ്ധപാനീയങ്ങളിലൂടെ, ശരിയായി ശ്വസിക്കാൻ സഹായിക്കുന്ന യോഗാഭ്യാസത്തിലൂടെ, അസ്വസ്ഥതകൾ എന്തെങ്കിലും ഉണ്ടായാൽ ചെയ്യുന്ന പ്രകൃതി ജീവനത്തിൻ്റെ ഉപവാസത്തിലൂടെ, നോമ്പുകളിലൂടെ, നല്ല മനസ്സ്, സ്നേഹം നിറയുന്ന മനസ്സ്, ഒന്നിനോടും ആസക്തിയില്ലാത്ത, ആർത്തിയില്ലാത്ത, തൃപ്തിയുടെ മനസ്സ്, ഉള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന സാഹോദര്യത്തിൻ്റെ മനസ്സ്, സ്നേഹം വിളയുന്ന കുടുംബം, സ്നേഹപൂർവം ജീവിക്കുന്ന അയൽവക്കം, അഹിംസാത്മകമായ രാഷ്ട്രീയമുള്ള സംസ്ഥാനവും കേന്ദ്രവും, മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും പാർട്ടിയുടെ പേരിലും തമ്മിൽ തല്ലിക്കീറുന്ന മനുഷ്യരുള്ള നാടും രക്ഷപ്പെടില്ല. നേരത്തെ പറഞ്ഞ ഗുണങ്ങളിലേക്ക് വരിക. രാത്രി 10 മണിക്ക് മുമ്പ് കിടന്നുറങ്ങണം. അടുത്ത പ്ലാൻഡമിക്കിനു മുമ്പ് പേടിക്കാതെ ജീവിക്കാൻ, രോഗപ്രതിരോധ ശേഷിയെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ, ആരോഗ്യത്തെ സംരക്ഷിക്കാൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ അടുത്ത ദിവസം പറയാം. കഴിയുന്നത്ര ഷെയർ ചെയ്യണം, കമൻറ്റുകൾ എഴുതണം. നേച്ചർ ലൈഫ് TV ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ കൂടെ അമർത്തുകയും ചെയ്യണം. ജനകീയമായ ആരോഗ്യരക്ഷയുടെ പോരാട്ടത്തിൻ്റെ നാളുകളാണ്, അവസാന യാമങ്ങളാണ്. ജഗദീശ്വരൻ നമ്മെ രക്ഷിക്കട്ടെ. നന്ദി, നമസ്കാരം.